उस दिन का तनख्वाह मिलता है, डायरेक्टली जाकर दारू के दुकान में जाके पूरा खत्म कर देता है। ഒരു വ്യക്തി രാവിലെ 8 മണി മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ കള്ളുഷാപ്പിൽ പോയി വയറ് നിറച്ച് കുടിച്ച് താൻ അധ്വാനിച്ചത് മുഴുവൻ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞു. और फिर उसको यदि हिम्मत है तो वो घर तक पहुंचता है, नहीं तो उधर ही वहां पर लेट जाता है। അവൻ ആരോഗ്യമുണ്ടെങ്കിൽ അവൻ വീട്ടിൽ പോകും, അല്ലെങ്കിൽ കടവാതിൽക്ക കിടക്കും. आमीन। और यदि वो घर गया तो उसका परिवार आमीन भूखा पड़ा है, यदि पूछा कि हमारे लिए खाना कहाँ है करके पूछा तो मारपीट शुरू हो जाता है। ആ വ്യക്തി വീട്ടിലെത്തിയാൽ വീട്ടിലുള്ളവർ പട്ടിണിക്ക് കിടക്കും. ഇനി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ എടുത്തിട്ട് അടിക്കും. आमीन। मैंने कहा कि हमारा काम ये है कि उनको समझाने के लिए कि आपका मेहनत का फल आमीन दारू का दुकान में देने के लिए नहीं, बल्कि आप परिवार समेत जीने के लिए है, आप खुशी से जीने के लिए है करके आपके मन को हम बदल देते हैं। ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കുക, അവരുടെ അധ്വാന ഫലം ആവശ്യമില്ലാതെ ചിലവഴിക്കാതെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കാൻ അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കുക, ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. मेरे से कहा कि आपको भी शायद विदेश से आमीन पैसा आता होगा। ആ വ്യക്തി പറഞ്ഞു, നിങ്ങൾക്കും വിദേശ രാജ്യത്തു നിന്ന് പണം വരുന്നുണ്ടാവുമല്ലോ. मैंने बोला कि मुझे अभी तक तो नहीं मिला है, और आमीन मेरा पत्नी नौकरी के लिए जाते हैं, हमें जो मिलता है उसमें से हम आमीन दूसरे लोगों को मदद करने के लिए हम इस्तेमाल करते हैं। ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്നുവരെ അങ്ങനെ ലഭിച്ചിട്ടില്ല. എന്റെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്, കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. I mean, हम वही करते हैं, बल्कि हम बाहर से आने के लिए हम किसी का भी हम देखते नहीं हैं। ഞാൻ പറഞ്ഞു, വെളിയിൽ നിന്നുള്ളത് നോക്കിയിരിക്കുകയല്ല, ആമേൻ, ഞങ്ങൾ കൊടുത്ത് കർത്താവിനെ വേല ചെയ്യുന്നു എന്ന് പറഞ്ഞു. हालेलुया, प्रेज लॉर्ड। आजकल कुरियर वाला के मन में भी उन लोग जहर भर के रखा है। കൊറിയറുകാരന്റെ മനസ്സിൽ പോലും ഇന്ന് വിഷം നിറച്ചു വെച്ചിരിക്കുകയാണ്. I mean, कोई भी आए उनका मन में यही प्रश्न है कि आपको बाहर से कुछ मिलता है क्या। I mean, आज तक किसी ने दिया नहीं है, लेकिन पता नहीं यहाँ पर कैसा चर्चाएं होते जा रहा है। എല്ലാവരുടെയും മനസ്സിൽ ക്രിസ്ത്യാനികൾക്ക് വെളിയിൽ നിന്ന് വരുമാനം വരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഇന്ന് വരെ ആർക്കും കിട്ടിയിട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് അവരുടെ മനസ്സിൽ മുഴുവനും और भी ഇരിക്കുന്നത്. बहुत कुछ बातों को कहा था, लेकिन रिकॉर्डिंग में इसके लिए उस बातों को हम कह नहीं पाते हैं। പിന്നെയും താൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുവാനിടയായി റെക്കോർഡിംഗ് ആയതുകൊണ്ട് പറയുന്നില്ല. हम विश्वास परमेश्वर सारे बातों को हमें नियंत्रण करने वाला परमेश्वर है। ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. हालेलुया। हमारे इस भारत में परमेश्वर के शांति और समाधान इन दिनों में परमेश्वर देने पाए। നമ്മുടെ ഇന്ത്യയിൽ ദൈവിക സമാധാനം നിലനിൽക്കുവാൻ പ്രാർത്ഥിക്കാം. जल्दी से हमारे ध्यान प्रेरितों के काम उसके 9 अध्याय उसके 1 से लेकर 4 तक की आयतों के और हमारे ध्यान हम लेकर आएंगे। प्रेरितों के काम 9वें अध्याय उसके 1 से लेकर 4 तक के आयतों को। അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. बस वहां पर उस घटना हम सब जरूर जानते हैं। ഈ ഭാഗം, ഈ സംഭവം നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. शाऊल के इतिहास के बारे में ऐसा कोई नहीं है जो पहले बार सुन रहे हैं। പൗലോസിന്റെ ജീവിത ചരിത്രത്തെ കുറിച്ച് ആദ്യമായി കേൾക്കുന്ന ആരും ഈ മീറ്റിംഗിൽ ഇല്ല. लेकिन आज पवित्र आत्मा हमारे हृदयों से बातें करने पाए। എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. यहाँ पर 3 बातें हैं जो शाऊल के जिंदगी को बदलने के लिए कारण हो गया। ഇവിടെ 3 കാര്യങ്ങളുണ്ട് പൗലോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ചില സംഭവങ്ങൾ. 3 व्यक्तियों ने जिन्होंने पौलुस के जिंदगी और उसके सेवकाई को बदल दिया। 3 വ്യക്തികൾ പൗലോസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കാരണമായി. हालेलुया। उनका हाथ या उनके बातें या उनका जिंदगी इस पौलुस के जिंदगी को शाऊल से पौलुस की ओर बदलने के लिए कारण हो रहा है। അവരുടെ ചില പ്രവൃത്തികൾ, അവരുടെ കരങ്ങൾ കൊണ്ട് അവർ ചെയ്ത ചില കാര്യങ്ങൾ, തീരുമാനങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ താൻ ഒരു അപ്പോസ്തലനായി മാറുവാനിടയായി. शाऊल के बारे में हम जानते हैं कि ही वाज वेल एजुकेटेड है। हालेलुया। और हर एक
प्रकार की धन संपत्ति उसके पास है, अच्छा पदवी में रहने वाला व्यक्ति है, लेकिन परमेश्वर के सामने उसका धन संपत्ति या एजुकेशन कुछ भी काम नहीं आया। ഷൗലിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. നല്ല ധനികനായ ഒരു വ്യക്തി, നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി. എന്നാൽ തന്റെ സമ്പത്തോ തന്റെ ധനമോ ഒന്നും തനിക്ക് ആമേൻ ദൈവത്തെ അറിയുവാൻ, യേശുവിനെ അറിയുവാൻ പ്രയോജനമായില്ല. हालेलुया। उसके अंदर का जील और पैशन, यहूदियों के लिए कार्यों को करने के लिए उसके अंदर का बड़ा तात्पर्यों को हम जानना भी बहुत जरूरी है। ഈ യഹൂദന്മാരുടെ വിശ്വാസത്തിനു വേണ്ടി തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഉറപ്പും ആ ഒരു ആഗ്രഹവും എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ വാസ്തവത്തിൽ ശൗലിനെ കുറിച്ച് അറിയണം. इसके लिए मसीह यीशु को जब क्रूस पर चढ़ाया गया, क्रूस पर उसका मृत्यु होता है, इस बातों को पौलुस कभी भी अंगीकार कर नहीं पा रहा था। അതുകൊണ്ട് യേശു വന്നു എന്നോ യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ളതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തനിക്ക് അംഗീകരിപ്പാൻ ആമേൻ മനസ്സില്ലായിരുന്നു. क्योंकि क्रूस पे मरने वाले श्रापित है करके उन्होंने सीख कर रखा है। താൻ പഠിച്ചു വന്ന വിശ്വാസം അനുസരിച്ച് ക്രൂശിൽ മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് തന്റെ ആമേൻ നിഗമനം. उसका उद्धारकर्ता कभी भी क्रूस पर नहीं मरेगा, वो विश्वास के साथ यहूदियों के लिए वो कार्य कर रहा है। തന്റെ രക്ഷകനായി വരുന്നവൻ ഒരിക്കലും ക്രൂശിൽ മരിക്കില്ല എന്നുള്ള ഒരു ചിന്തയോടെയാണ് താൻ യഹൂദ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്നത്. इसके लिए अन्य लोग जो मसीह यीशु के नाम से आराधना करते हैं, वो एक नया थियोलॉजी है समझते हुए उसे खत्म करने के लिए शाऊल दौड़ रहा है. അതുകൊണ്ടാണ് യേശുവിനെ അംഗീകരിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന വ്യക്തികൾ മറ്റൊരു ഉപദേശമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കുവാനായി ശൗൽ ഇറങ്ങി തിരിച്ചത്. इसके लिए यहाँ पर बताया गया है कि हालेलुया, उन्होंने प्रेज़ लॉर्ड नियम को उसका अप्रूवल लेटर लिया और उस डॉक्यूमेंट के साथ वो यात्रा कर रहा है. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അധികാരപത്രം വാങ്ങി, അതുകൊണ്ടാണ് ശൗൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. उसके मन में एक ही इरादा है, जो यीशु के नाम में आराधना कर रहा है उन्हें खत्म कर दे. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, യേശുവിന് വേണ്ടി നിൽക്കുന്നവരെ കൊല്ലണം. वहां पर पहले आयत में स्पष्ट रूप से लिखा है कि जो भी मसीह यीशु के नाम में है उन्हें खत्म करने का इरादा में उन्होंने महायाजक से उस नियम को ले लिया है. അവിടെ ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ നിന്ന് പത്രവും വാങ്ങി താൻ വരികയാണ്. चाहे वो आदमी हो या औरत हो, उन्हें खत्म करने का इरादा में वो निकल पड़ा है. ആണോ പെണ്ണോ ആരായിരുന്നാലും എങ്ങനെയെങ്കിലും അവരെ കൊന്നു നശിപ്പിക്കണം എന്ന ചിന്തയാണ് ശൗലിന്. लेकिन प्रेज़ लॉर्ड, परमेश्वर की खासियत है, जो परमेश्वर से मुलाकात होने का इंतजार में नहीं है, उनके साथ भी परमेश्वर कभी कभी मुलाकात कर देता है. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ചിലർ കാത്തിരുന്ന് കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചവരൊന്നുമല്ല, പക്ഷേ ആമേൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാത്ത ചിലരെയും കൂടെ കർത്താവ് നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. हालेलुया। परमेश्वर के वचनों में हम काफी बार देखते हैं, जिन्होंने कभी प्रतीक्षा नहीं किया, जिन्होंने कभी भी सोचा तक नहीं, ऐसे लोगों से परमेश्वर का मुलाकात हो रहा है. ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത, അങ്ങനെ മനസ്സിൽ പോലും കരുതാത്ത ചില വ്യക്തികളെ യേശു നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. हालेलुया। परमेश्वर के वचन में बहुत सारे ऐसे उदाहरण हैं. നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ ഒരുപാട് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾക്ക് ലഭിക്കും. पुराने नियम की शुरुआत से ही हम ऐसे बातों को देखते हैं. പഴയ നിയമത്തിലെ നമ്മൾക്ക് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. काइन और हाबेल बलि चढ़ाकर वापस आ रहा है. യാഗമർപ്പിച്ചിട്ട് കയീനും ഹാബേലും മടങ്ങി വരികയാണ്. लॉर्ड, और हाबेल के उस बलि पर परमेश्वर प्रसन्न हुआ, बोलते हुए नफरत के साथ कईन ने उसका वध कर दिया, उसे खत्म कर दिया. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് കണ്ടിട്ട് കയീൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. मार डालने वाले बात किसी और को नहीं पता है, उसके माता पिता भी नहीं जानता है, बड़े गुप्त तौर से चुप चुप कर इस कार्यों को करके आया, लेकिन उनके साथ परमेश्वर का
एनकाउंटर हो रहा है। ആ കൊല നടന്നത്, ആ സഹോദരനെ കൊന്നത് അവന്റെ മാതാപിതാക്കൾ പോലും അറിഞ്ഞിട്ടില്ല. ആർക്കും അറിയാതെ താൻ ഒളിച്ചു ചെയ്ത കാര്യമായിരുന്നു. എന്നാൽ ഒരു കൊല നടത്തിയിട്ട് മടങ്ങി വരുന്ന അവനോട് ദൈവത്തിന്റെ ശബ്ദമുണ്ടായി. हालेलुया। कभी भी उसने प्रतीक्षा नहीं किया, कभी भी सोचा नहीं, लेकिन ऐसा व्यक्ति से परमेश्वर का मुलाकात हो रहा है। അവൻ ഒരിക്കലും ചിന്തിച്ചതോ പ്രതീക്ഷിച്ചതോ അല്ല അവൻ ദൈവശബ്ദം കേൾക്കുമെന്ന്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയോട് ദൈവിക ഇടപെടൽ ഉണ്ടായി. I mean याकूब अपने भाई से सारे उस अवकाशों को छीनते हुए वो भाग रहा है। യാക്കോബ് തന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും പിടിച്ചു പറിച്ച് വാങ്ങിച്ചുകൊണ്ട് താൻ ഓടുകയാണ്. कभी सोचा नहीं कि इस रास्ते के बीच में परमेश्वर उसके साथ आकर एक मुलाकात होगा। അവന് ഒരു കാലത്തും ചിന്തിച്ചു കാണുകയില്ല ഈ ഓട്ടത്തിന്റെ നടുവിൽ യാത്രയിൽ ദൈവം തന്റെ അടുക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുമെന്ന്. हालेलुया। लेकिन यात्रा के बीच में परमेश्वर स्वर्ग से उतर कर आ रहा है और याकूब के साथ उसका मुलाकात हो रहा है। എന്നാൽ ആ യാത്രയുടെ നടുവിൽ ദൈവം തന്റെ അരികെ ഇറങ്ങി വരികയാ. ദൈവവുമായി തനിക്കൊരു മുഖാമുഖ സംഭാഷണത്തിന് കാരണമായി. दानियल के पुस्तक में बेलशस्सर नाम का एक राजा को हम देखते हैं। ദാനിയേൽ പുസ്തകത്തിൽ ബേൽഷസ്സർ രാജാവിനെ നമ്മൾ കാണുന്നു. वहां पर उस राजा ने हजारों रॉयल लोगों को, बड़े अधिकारियों को, पदवी में रहने वालों को वहां पर इकट्ठा करते हुए बहुत बड़े फीस्ट चला रहा है। അവിടെ രാജാവ് രാജകീയ ഭോജനം ഒരുക്കി രാജകീയ പദവിയിൽ ഇരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വലിയ സദ്യ ഒരുക്കി. He never expected God will appear there. वो कभी नहीं सोचा कि परमेश्वर वहां पर प्रत्यक्ष होने वाला है। താൻ ഒരിക്കലും ഒരു കാലത്തും ചിന്തിച്ചില്ല ആ സദ്യയുടെ അത് നടക്കുമ്പോൾ അവിടെ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും. लेकिन परमेश्वर वहां पर भी उतर कर आ रहा है। ദൈവം അവിടെയും ഇറങ്ങി വന്നു. हालेलुया, प्रेज लॉर्ड। अनएक्सपेक्टेड जगह पर परमेश्वर का इंटरवेंशन कभी काफी बार होता रहता है। ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ചില സാഹചര്യങ്ങളിൽ ആമേൻ ഇറങ്ങി വന്ന് ഇടപെടുന്ന ഒരു ദൈവത്തിന്റെ കരം. हालेलुया, प्रेज लॉर्ड। कुछ लोग प्रतीक्षा नहीं कर रहा है, ऐसे जगह पर परमेश्वर का इंटरवेंशन होने वाला है। ചിലര് പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. हमारे सोच से परे है परमेश्वर का कार्य। നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ. मोर देन आवर इंटेंशंस, हमारे सोच या हमारे उस रवैया से भी परे है परमेश्वर हमारे बारे में करने वाले बातें। നമ്മുടെ ചിന്തകൾക്കും നിരൂപണങ്ങൾക്കും അപ്പുറമായി നമുക്ക് വേണ്ടി ഇടപെടുന്ന ദൈവത്തിന്റെ കരം. कईन कभी नहीं सोचा परमेश्वर प्रत्यक्ष होने वाला है। കയീൻ ഒരിക്കലും ചിന്തിച്ചില്ല തനിക്ക് ദൈവം തന്റെ മുന്നിൽ പ്രത്യക്ഷമാകും. याकूब कभी नहीं सोचा कि परमेश्वर उसके लिए प्रत्यक्ष होने वाला है। യാക്കോബ് ഒരിക്കലും ചിന്തിച്ചില്ല ദൈവം തനിക്ക് പ്രത്യക്ഷമാകും. बेलशस्सर राजा ने कभी नहीं सोचा कि वो उस रात उसका अंतिम दिन है, परमेश्वर उसके लिए प्रकट होने वाला है। ബേൽഷസ്സർ രാജാവ് ഒരിക്കലും ചിന്തിച്ചില്ല അന്ന് ദൈവം തനിക്ക് പ്രത്യക്ഷമാകും, അന്ന് രാത്രി തന്റെ അന്ത്യരാത്രി എന്ന് താൻ ചിന്തിച്ചില്ല. शाऊल ने कभी नहीं सोचा कि उसके इस यात्रा के बीच में परमेश्वर का एक एनकाउंटर उसके जिंदगी में होने वाला है। ശൗൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ യാത്രയുടെ നടുവിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ തനിക്ക് ഉണ്ടാകും. हालेलुया। इसके तीसरे आयत में बताते हैं जब वो अपने घोड़े में अपने साथ लोगों के साथ जब दमस्कस की ओर जब यात्रा कर रहा है, स्वर्ग का परमेश्वर का बहुत बड़ा इंटरवेंशन शाऊल की ओर हो रहा है। മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. आकाश से उसके चारों ओर ज्योति चमक रहा है करके वहां पर तीसरी आयत में बताता है। ആകാശത്ത് നിന്ന് ഒരു വലിയ വെളിച്ചം അവന്റെ ചുറ്റും മിന്നി എന്ന മൂന്നാം വാക്യം പറയുന്നു. वो एक ज्योति काफी रहा इसे अपने घोड़े गाड़ी से बाहर निकालने के लिए। ആ ഒരു വെളിച്ചം പ്രകാശിച്ചപ്പോഴേ അവൻ അവന്റെ കുതിരവണ്ടിയിൽ നിന്ന് താഴെ വീണു. हालेलुया। एक युद्ध करने का भी जरूरत नहीं है। ഒരു വലിയ യുദ്ധമൊന്നും ഉണ്ടായില്ല. कोई मारने का भी जरूरत नहीं है। അവനെ ആരും പിടിച്ച് അടിച്ചില്ല. एक ज्योति काफी था एक व्यक्ति को अपने घोड़े से नीचे गिराने के लिए। ഒരു ചെറിയ വെളിച്ചം പ്രകാശിച്ചു, അവൻ അവന്റെ വണ്ടിയിൽ നിന്ന് താഴെ വീണു. हालेलुया। परमेश्वर आज भी ऐसा करता है। ദൈവത്തിന് ഇന്നും ഇത് ചെയ്യുവാൻ हालेलुया, हालेलुया, प्रेज लॉर्ड। उसने जब नियमों को लेकर यात्रा शुरू किया तब उसके अंदर ही आंख अंधा था, लेकिन बाहरी तौर से तो वो देख पा रहा था। അവൻ നിയമപത്രവും അധികാരപത്രവും വാങ്ങിച്ചു വരുന്ന വഴിക്ക്
അവന്റെ അകമേയുള്ള കണ്ണ് കുരുടായിരിക്കുന്നു, അവന്റെ പുറമേയുള്ള കണ്ണ് അവന് കാണാം. लेकिन यहाँ पर जब स्वर्ग का परमेश्वर ने आकाश से एक ज्योति चमकाया, तब उसका अंदर का आंख भी अंधा है, बाहर का आंख भी अंधा हो रहा है. എന്നാൽ ആകാശത്ത് നിന്ന് ദൈവം ഇവിടെ ഒരു പ്രകാശം അവന് ചുറ്റും മിന്നിച്ചതിന് ശേഷം അവന്റെ രണ്ട് കണ്ണും, അകമേയുള്ള കണ്ണും പുറമേയുള്ള കണ്ണും അന്ധമായി പോയി. हालेलुया. अब वो ना तो देख पा रहा है, ना तो वो समझ पा रहा है. അവനൊന്നും കാര്യം പുറമേ മനസ്സിലാകുന്നുമില്ല, അവനൊന്നും ഒന്നും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. तब जो देख नहीं पा रहा है, इसके लिए उसके कानों में आवाज पहुंचने के लिए परमेश्वर का आवाज हे शाऊल करके पुकार रहा है. അവന് കാഴ്ച നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അവന്റെ ചെവി തുറന്നിരിക്കിയാൽ ദൈവത്തിന്റെ ശബ്ദം അവന് നേരെ ശൗലേ ശൗലേ എന്ന് അവനെ വിളിക്കുവാനിടയായി. और कहता है कि तू मुझे क्यों पीड़ा दे रहा है, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. परमेश्वर तू मुझे क्यों पीड़ा दे रहा है करके पूछता है. 4वां वाक्य. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ എന്ന് തന്നോട് ചോദിച്ചു. तब 5वीं आयत में परमेश्वर से वो पूछ रहा है कि तू कौन है परमेश्वर करके परमेश्वर से पूछ रहा है. അതിനുശേഷമാണ് ശൗൽ ചോദിക്കുന്നത്, കർത്താവേ നീ ആരാകുന്നു? वो 5वीं आयत बड़े ध्यान से आप पढ़ना. അഞ്ചാമത്തെ വാക്യം ശ്രദ്ധയോടെ വായിക്കാം. वो यीशु कह सकता था कि मैं अब्राहम का, इसहाक का, याकूब का परमेश्वर है करके. അവിടെ യേശുവിന് അഞ്ചാമത്തെ വാക്യത്തിൽ മറുപടിയായി അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്ന് വേണമെങ്കിൽ പരിചയപ്പെടുത്താം. मैंने इस आकाश और पृथ्वी का सृष्टि किया वो परमेश्वर है करके वो जरूर कह सकता था. ആകാശവും ഭൂമിയും സകല ജരാചരങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടിതാവാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. परमेश्वर अपने परिचय दिलवाने के लिए बहुत कुछ कार्यों से वो अपना परिचय दिलवा सकता था. കർത്താവിന് വേണമെങ്കിൽ തന്നെ പരിചയപ്പെടുത്തുവാൻ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കാം. मैं एल शदाई हूँ, मैं एलोहीम हूँ, मैं राफा हूँ, यहोवा ईरे हूँ, यहोवा निसी हूँ. बहुत कुछ परिचय परमेश्वर दे सकता था. യഹോവ, എലോഹീം, റാഫ, ഷമ്മ, ആമേൻ, ഏത് രീതിയിൽ വേണമെങ്കിൽ ഈരെ എന്നുള്ള രീതിയിൽ പല രീതിയിൽ വേണമെങ്കിൽ യേശുവിന് തന്നെ പരിചയപ്പെടുത്താമായിരുന്നു. लेकिन मेरा यीशु की खासियत ये है, എന്നാൽ എന്റെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. जो दरस से होकर जाता है उसके साथ खड़े रहते हुए उसके परिचय को दिलवाने के लिए मेरा यीशु तैयार होता എന്നാൽ है. യേശു തന്നെ പരിചയപ്പെടുത്തുമ്പോൾ തന്റെ കൂടെ തനിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന, ഉപദ്രവിക്കപ്പെടുന്നവരുടെ കൂടത്തിൽ നിന്ന് അവരെ ചേർത്ത് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. इसके लिए 5वीं आयत में स्पष्ट तौर से लिखा है, आई एम जीसस whom दो persecutors करके वहां पर बताया है. അതുകൊണ്ടാണ് അഞ്ചാം വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. जो पीड़ाओं से होकर जा रहा है उसके साथ खड़े रहकर अपने परिचय दिलवाने के लिए यीशु तैयार हो रहा है. പീഡിപ്പിക്കപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്നവന്റെ കൂടെ നിന്ന് ചേർന്ന് നിന്ന് ആ കൂട്ടത്തിൽ ഒരുവനായി പരിചയപ്പെടുത്തുന്ന യേശു. हालेलुया. प्रेज़ लॉर्ड. वो हमारा परमेश्वर का बहुत बड़ा खासियत है. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകതയാണ്. आप यदि एक समस्या से होकर जा रहा है, आपके साथ खड़े रहते हुए, आपके शूज में खड़े रहते हुए आपके साथ वो परिचय दिलवाने के लिए आग्रह करता है. നിങ്ങൾ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിന്ന്, നിങ്ങളിൽ ഒരുവനായി, ആമേൻ, നിങ്ങളോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. मेरा परमेश्वर कहीं दूर खड़े रहकर हालेलुया वो कार्य करने वाला परमेश्वर नहीं है, बल्कि मेरे लिए झुक कर आते हुए मेरे विनतियों को सुनने वाला, मेरे दर्दों को समझने वाला एक महान परमेश्वर है. और सुबह उस बातों को हम समझना बहुत जरूरी है. നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് എവിടെയെങ്കിലും ദൂരെ മാറി നിന്ന് നമ്മെ നോക്കി നിൽക്കുന്ന ദൈവമല്ല, നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ നമ്മോട് ചേർന്നിരിക്കുന്ന ദൈവം എന്ന അറിവ്, ആമേൻ, അതിന്റെ ആമേൻ ആ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. हालेलुया. और वहां पर कहता है कि प्रेज़ लॉर्ड, आमीन, तू पीड़ा करने वाला, प्रेज़ लॉर्ड, वो पीड़ा सहने वाला यीशु हूं मैं करके वो अपना परिचय दिलवाता है. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്നാണ് യേശു തന്നെ പരിചയപ്പെടുത്തുന്നത്. और फिर अब यीशु अपने रास्ता पौलुस को बता कर दे रहा है. ഇനി യേശുവിന്റെ വഴി ശൗലിന് പറഞ്ഞു കൊടുക്കുകയാണ്. तब तक शाऊल अपने इरादा में चल रहा था. ഇന്ന് വരെ ശൗലിന് ശൗലിന്റെ വഴിയായിരുന്നു. अब उस समय से लेकर यीशु अपने रास्ता पौलुस को समझा कर दे रहा है. ആ നിമിഷം മുതൽ, അവിടെ വെച്ച് മുതൽ പിന്നെ ശൗലിനോട് യേശുവിന്റെ വഴിയിൽ നടത്തുകയാണ്. अब तू यरूशलेम की ओर जा करके नहीं बोल रहा है, बल्कि यहाँ पर एक जगह है, वहां पर जा, मैं तेरे लिए बाकी का इंतजाम करने वाला हूँ. ഇപ്പോൾ യേശു പറയുന്നത്, നീ യെരൂശലേമിലേക്ക് ചെല്ലാനല്ല, ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, നീ അങ്ങോട്ട് പോ, അവിടെ ഞാൻ നിന്നോട് അറിയിക്കും
നീ എന്താ ചെയ്യേണ്ടത്? 6 आयत में बताया है, now get up and go into the city and you will be told what must be done. हालेलुया। तू जा और जो किया जाना है वो मैं तुझसे कहते रहूंगा। 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുമെന്ന്. हालेलुया। अब से तेरा जिंदगी तेरे इच्छा के अनुसार नहीं, बल्कि मैं जैसा कहूंगा वैसा तेरे जिंदगी नियंत्रण होना है। ഇന്നു മുതൽ ഇനി നിന്റെ ഇഷ്ടപ്രകാരമല്ല നിന്റെ ജീവിതം നയിക്കേണ്ടത്, നീ ഞാൻ പറയുന്നത് പോലെ നീ ജീവിക്കുക। हालेलुया। और उसके आगे जो पढ़ते हैं, नीचे की आयतों को जब हम पढ़ते हैं, वहां पर प्रेरित पौलुस प्रार्थना कर रहा है, इंतजार कर रहा है। അവിടെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ആമേൻ, ശൗല് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക। अब 10वीं आयत की ओर हमारे ध्यान हम लेकर आएंगे। 10-ാമത്തെ വാക്യം, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു. കർത്താവെ അടിയനിതാ എന്ന് അവന് വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു। यहाँ पर अनन्यास नाम के एक चेले के बारे में हम यहाँ पर पढ़ रहे हैं। അവിടെ അനന്യാസ് എന്നൊരു ശിഷ്യനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്। वो भी प्रार्थना कर रहा है क्योंकि उस देश में समस्याएं बहुत बढ़ रहा है। ആ വ്യക്തിയും പ്രാർത്ഥനയിലാണ്, ആ ദേശത്ത് വളരെ പ്രതികൂലം എഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട്। उससे कहता है कि यहूदा के घर में एक व्यक्ति पिछले 3 दिनों से उपवास में बैठकर प्रार्थना कर रहा है। തന്നോട് പറയുകയാണ്, യൂദായുടെ വീട്ടിൽ ഒരു വ്യക്തി 3 ദിവസമായി പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്നു। सोचकर देखिएगा, पौलुस जिस दिन से गिरा है तब से 3 दिन से उन्होंने ना तो खाया है ना तो पिया है, बल्कि वो इंतजार कर रहा है परमेश्वर आगे क्या उसके लिए बोलने वाला है। താൻ വീണ അന്ന് മുതൽ താൻ ആഹാരം കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, താൻ കാത്തിരിക്കുകയാണ്, ദൈവത്തിന്റെ ഇടപെടൽ എന്താണ്, ദൈവശബ്ദം എന്താണ് തനിക്ക് വേണ്ടി ഉള്ളതെന്ന് കാത്തിരിക്കുകയാണ്। क्योंकि 11वीं आयत में वो स्पष्ट तौर से बताया गया है। 11-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്। हालेलुया। अनन्यास से जब कहता है तो अनन्यास कहता है कि मैंने भी सुना था शाऊल नाम का एक व्यक्ति दमस्कस की ओर आ रहा है और वो इस मसीह लोगों को मार डालने के लिए इरादा बनाकर वो आ रहा है, हम भी उसके लिए ही प्रार्थना कर रहे हैं। അവിടെ ഈ ദൈവശബ്ദം കേട്ട് അനന്യാസ് പറയുകയാണ്, ഞാനും ശൗൽ എന്നൊരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവൻ സഭയെ ഉപദ്രവിക്കുന്നവനാണ്, അവന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്। हालेलुया। सोचकर देखिएगा, पूरे लोग शाऊल के लिए प्रार्थना कर रहा है, അവിടെ ആളുകളും സഭയും മുഴുവനും ശൗലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു। लेकिन शाऊल को पता नहीं कि कुछ लोग उसके लिए प्रार्थना कर रहा है। എന്നാൽ ശൗലിന് അറിയത്തില്ല അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്। लेकिन प्रार्थना करने वाले लोगों के प्रार्थना सुनते हुए परमेश्वर वहां पर उतर कर आया हुआ है। എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവിടെ അവനെ നേരിട്ട് ഇറങ്ങി വന്നിരിക്കുക, അവനെ വിടുവിക്കാൻ। हम भोर को 4 बजे उठकर जब प्रार्थना करते हैं, हमें नहीं पता, लेकिन परमेश्वर अपने कार्यों को हमारे देश में आज भी कर रहा है। അത് രാവിലെ 4 മണിക്ക് ഉണർന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല എവിടെയാണ് ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതെന്ന്, എന്നാൽ ദൈവം ചിലയിടങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക। हमारे प्रार्थनाएं कभी भी व्यर्थ नहीं जाएगा। നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃഥാവായി പോകുന്നില്ല। हमारे आंसुएं कभी भी व्यर्थ नहीं जाएगा। നമ്മുടെ കണ്ണുനീരൊന്നും വൃഥാവായി പോകില്ല। यहाँ पर अनन्यास नाम का एक चेला परमेश्वर से प्रार्थना कर रहा है कि शाऊल नाम का व्यक्ति हमारे देश में मसीह लोगों को खत्म करने के लिए आए हुए हैं। ഇവിടെ അനന്യാസ് എന്ന ശിഷ്യൻ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവജനത്തെ നശിപ്പിക്കുവാനായി ശൗൽ എന്ന ഒരുവൻ അധികാരപത്രം വാങ്ങിച്ചിറങ്ങിയിരിക്കുന്നു। अब परमेश्वर अनन्यास से कह रहा है कि जाओ उसके लिए प्रार्थना करो। ഇതേ അനന്യാസിനോടാണ് ദൈവം പറയുന്നത്, നീ പോക, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം। 10वीं आयत बड़े ध्यान से पढ़ना। 10-ാം വാക്യം വളരെ ശ്രദ്ധയോടെ വായിക്കണം। वहां पर अनन्यास नाम का पास्टर है करके नहीं बोल रहा है, അവിടെ അനന്യാസ് എന്ന പാസ്റ്റർ എന്നല്ല എഴുതിയിരിക്കുന്നത്, अनन्यास नाम का बिशप है करके नहीं बोल रहा है। അനന്യാസ് എന്ന ബിഷപ്പ് അല്ല, अनन्यास नाम का चेले के बारे में वहां पर बताया गया है। അനന്യാസ് എന്ന ഒരു ശിഷ്യൻ। प्रार्थना करने वाले अनन्यास से परमेश्वर को जिम्मेदारी सौंपना चाहता है। പ്രാർത്ഥിക്കുന്ന അനന്യാസിനെ ദൈവം ചില ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കും। परमेश्वर जब कार्यों को करता है, हमारे पदवी नहीं देखता है, बल्कि जो परमेश्वर
परमेश्वर के लिए तैयार है उसे परमेश्वर इस्तेमाल करना चाहता है। ദൈവം എന്തിനെങ്കിലും വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ പദവിയും പത്രാസും ദൈവം നോക്കുന്നില്ല, ഒരുക്കമാണ് ദൈവത്തിന് ആവശ്യം. अननियास कहता है कि परमेश्वर मैं क्या कर सकता हूँ, मुझे नहीं, किसी और को आप कर ले, लेकिन परमेश्वर अननियास को ही इस्तेमाल करना चाह रहा है। അവിടെ അനന്യാസ് പറയുക, ഞാൻ എങ്ങനെ പോകും കർത്താവേ എന്ന് പറയുമ്പോൾ ദൈവം അനന്യാസിനെ തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. और यहाँ पर उस अगले आयत में पढ़ते हैं कि अननियास यहूदा के घर में जाता है और शाऊल को देखता है, वो अंधा है, लेकिन उसके लिए अननियास हाथ रखकर प्रार्थना कर रहा है। അവിടെ താൻ കേട്ട ദൈവശബ്ദം പോലെ താൻ യൂദായുടെ വീട്ടിൽ കടന്നു ചെന്ന് ശൗലിനെ അന്ധനായി കണ്ട് അവന്റെ മേൽ കൈവച്ച് അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നാം കാണുന്നു. हालेलुया। तुरंत उसकी आंखों से कुछ चीजें गिरता है और उसकी आंखों में वो रोशनी पाता है। ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണ് കാഴ്ച ലഭിച്ചു എന്ന് നാം കാണുന്നു. और उसके आगे वहां पर बताया गया है, अननियास नाम का चेला शाऊल के ऊपर हाथ रखता है और शाऊल पवित्र आत्मा को प्राप्त करता है। അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദര നീ അവന്റെ മേലിൽ ശൗലിന്റെ മേലിൽ ഈ ശിഷ്യൻ കൈവച്ചപ്പോൾ അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി എന്ന് നമ്മൾ വായിക്കുന്നു. आजकल हम पैसा देखकर किसी के ऊपर किसी के पास जाते हैं, सिर में हाथ रखो ताकि हमें भी वो अभिषेक मिल जाए। ഇന്നത്തെ കാലത്ത് ആളുകൾ പൈസ കൊടുത്ത് ആളുകളെ കൊണ്ട് തലയിൽ കൈവപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാഭിഷേകം വേണമെന്ന് പറഞ്ഞു. रेट चार्ट है, 100 रुपए देंगे तो इतना प्रार्थना करेंगे, 1000 रुपए देंगे तो इतना और प्रार्थना करेंगे। हालेलुया। पैसा देखकर कार्यों को वो कर रहा है। അവിടെ പൈസയുടെ വിലക്കനുസരിച്ച് 100 രൂപയ്ക്ക് ഇത്ര, 1000 രൂപയ്ക്ക് ഇത്ര സമയം പ്രാർത്ഥിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. परमेश्वर ने जो आपको मुफ्त में सौंपा है, परमेश्वर आपसे मुफ्त में ही प्रतीक्षा कर रहा है कि आप परमेश्वर के कार्यों को आपके द्वारा वे मसीह यीशु का प्रेम को जानने पाए। നമ്മൾ സൗജന്യമായി രക്ഷ പ്രാപിച്ചു സൗജന്യമായി ദൈവം തന്നതിനെ മറ്റുള്ളവർക്ക് സൗജന്യമായി കൊടുക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. यहाँ पर उससे 18वें आयत में बताया गया है कि हालेलुया, 17th आयत में कि उन्होंने हाथ रखा, प्रार्थना किया, उनकी आंखों में भी रोशनी मिला। केवल वही नहीं, वो पवित्र आत्मा से भर गया। He was been filled with the Holy Spirit करके वहां पर बताया गया है। 17ാം വാക്യത്തിൽ അങ്ങനെ അനന്യാസ് അവന്റെ മേൽ കൈവച്ചു, അവൻ കാഴ്ച പ്രാപിച്ചു, അത് മാത്രമല്ല പരിശുദ്ധാത്മ പൂർണ്ണനായി തീരുവാനിടയായി എന്ന് നമ്മൾ വായിക്കുന്നു. और फिर उठकर उसने बपतिस्मा भी लिया। അത് കഴിഞ്ഞ് എഴുന്നേറ്റ് അവൻ സ്നാനവും ഏറ്റു. और फिर वो खाना खाकर बलवंत हो रहा है। അതിനുശേഷം അവൻ ആഹാരം കഴിച്ച് ബലപ്പെട്ടു. ये मैं नहीं बोल रहा हूँ, आपके बाइबल में ये सब सारे बातें लिखा हुआ है। ഇത് ഞാൻ പറയുന്ന കഥയല്ല, ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. हालेलुया। अब शाऊल एक पौल बन गया है। അവിടെ ശൗൽ ഇപ്പോൾ ഒരു അപ്പോസ്തലനായി മാറി. सोचा कि परमेश्वर से बहुत ही छुटकारा पाया है, अब जाकर यीशु के लिए सेवकाई करेंगे। ഇവിടെ വിടുതൽ പ്രാപിച്ചു, ഇനി കർത്താവിന് വേണ്ടി പോയി ശുശ്രൂഷിക്കാം എന്ന ചിന്തയുമായി ശൗൽ ഇരിക്കുക. जाने के लिए कोशिश किया, लेकिन मसीह लोग कोई भी उसको अपनाने के लिए तैयार नहीं हो रहा है। പോകാൻ ശൗൽ ഒരുക്കമാ, പക്ഷേ അവൻ സഭ അവനെ അംഗീകരിക്കുന്നില്ല. तब परमेश्वर बरनबास नाम का एक व्यक्ति को तैयार करता है। അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം ബർന്നബാസ് എന്ന ഒരുവനെ എഴുന്നേൽപ്പിച്ചു. हालेलुया। बरनबास जाकर कहता है, सोच कर देखिएगा, बरनबास शाऊल को अपने हाथों से ऐसा पकड़कर लेकर जा रहा है और कहता है कि तुम जैसा सोच रहे हैं वैसा व्यक्ति नहीं है, आज वो बदल गया है, आज वो मसीह के लिए इस्तेमाल होने वाला व्यक्ति है। അവിടെ നാം ഇങ്ങനെ മനസ്സിലൊന്ന് ഭാവനയിൽ കാണുക, ആമൻ ശൗലിനെ കൈ ചേർത്ത് പിടിച്ച് കൈ കോർത്തിണക്കി ബർന്നബാസ് ഇങ്ങനെ കൊണ്ടു നടക്കുകയാ. ആളുകളോട് പറയുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, അവന് മാറ്റം വന്നു, അവനിപ്പോൾ സഭയെ ഉപദ്രവിക്കുന്നവനല്ല എന്ന് അവനെ പരിചയപ്പെടുത്തുകയാണ്. क्या परमेश्वर नहीं कर सकता था? ദൈവത്തിന് അത് നേരിട്ട് ചെയ്യാമായിരുന്നല്ലോ. परमेश्वर कर सकता है, लेकिन परमेश्वर आज भी कुछ बरनबास को इस्तेमाल करने के लिए आग्रह कर रहा है। കർത്താവിന് അത് നേരിട്ട് ചെയ്യാമായിരുന്നു എങ്കിൽ പോലും ദൈവം ചില ബർന്നബാസിനെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു. हालेलुया। आज भी परमेश्वर कुछ बरनबास को ढूंढ रहा है। ഇന്നും കർത്താവ് ചില ബർന്നബാസുമാരെ അന്വേഷിക്കുകയാണ്. आज भी परमेश्वर कुछ अननियास को ढूंढ रहा है। ഇന്നും കർത്താവ് ചില അനന്യാസുമാരെ അവൻ एक അന്വേഷിക്കുന്നുണ്ട്. व्यक्ति जब घायल होकर
पड़ा हुआ है उसके लिए जाकर प्रार्थना करने के लिए परमेश्वर एक चेले को इस्तेमाल कर रहा है। മുറിവേറ്റ് കിടക്കുന്ന ഒരുവനെ അന്വേഷിച്ചു ചെന്ന് അവനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ശിഷ്യനെ ദൈവം ആഗ്രഹിക്കുന്നു. उसी व्यक्ति को कहीं और परिचय दिलवाने के लिए परमेश्वर एक बरनबास को इस्तेमाल कर रहा है। അതേ വ്യക്തിയെ മറ്റു ചിലയിടങ്ങളിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുവാൻ ഒരു ബർന്നബാസിനെ ദൈവം അന്വേഷിക്കുക. परमेश्वर तो अपना कार्य जरूर करेगा, लेकिन परमेश्वर हमारे द्वारा भी कुछ बातों का उम्मीद वो रख रहा है। ദൈവം തന്റെ പ്രവൃത്തികൾ നിശ്ചയമായും ചെയ്തെടുക്കും. എന്നാൽ ദൈവത്തിന് നമ്മളിൽ ഓരോരുത്തരിലും കൂടെ ചില പ്രതീക്ഷയുണ്ട്. एक व्यक्ति का घटना बताकर उस बातों को और भी समझाने का मैं जल्दी से कोशिश करता हूँ। ഒരു വ്യക്തിയുടെ ഉദാഹരണം പറഞ്ഞ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. 1855 अप्रैल 21 को एक घटना होता है। 1855 अप्रैल 21 ഏപ്രിൽ 21-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. हालेलुया। 1855 आप चाहे तो ढूंढ सकते हैं, बाद में अभी नहीं, बाद में ढूंढ सकते हैं। 1855 अप्रैल 21 को एक घटना हो रहा है। 1855 ഏപ്രിൽ 21-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. एडवर्ड किम्बल नाम का एक व्यक्ति जो एक संडे स्कूल टीचर रहा है, उनके द्वारा परमेश्वर करने वाला कुछ कार्यों को हम जानना बहुत जरूरी है। എഡ്വേർഡ് കിംബൽ എന്ന പേരുള്ള ഒരു സൺഡേ സ്കൂൾ ടീച്ചർ ആയിരിക്കുന്ന ഒരു വ്യക്തിയിൽ കൂടെ ദൈവം ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. बोस्टन का शहर में एक चर्च में सैटरडे को संडे स्कूल होता है, और उस संडे स्कूल में संडे स्कूल पढ़ाने वाला एक टीचर का एक घटना जानना बहुत जरूरी है। ബോസ്റ്റണില് ഒരു ചർച്ചിൽ അവിടെ ശനിയാഴ്ചകളിൽ നടക്കുന്ന സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ മുഖാന്തരം ദൈവം ചെയ്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. वो बहुत बड़ा एक प्रचारक नहीं है, താൻ ഒരു വലിയ പ്രസംഗകനൊന്നുമല്ല, वो एक बड़ा थियोलॉजियन नहीं है, താൻ വലിയ ബൈബിൾ സ്കൂൾ പഠനമൊന്നും എടുത്തിട്ടില്ല. बल्कि उसको जो जानकारी बाइबल के बारे में है वो सरल तौर से बच्चों को सिखाने का प्रयास वो करता है। താൻ തനിക്ക് അറിയാവുന്ന ദൈവവചനം വളരെ ലളിതമായ രീതിയിൽ താൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. लेकिन एक बात है कि वो अपने संडे स्कूल के बच्चों के लिए बहुत वो प्रार्थना करता था। എന്നാൽ തന്റെ ഒരു വിശേഷതയാണ് തന്റെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ഓർത്ത് താൻ വളരെയധികം പ്രാർത്ഥിക്കുമായിരുന്നു. हालेलुया। और उसके संडे स्कूल में 17 साल का उम्र का एक जवान लड़का आना शुरू किया। തന്റെ സൺഡേ സ്കൂളിൽ 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വരാൻ തുടങ്ങി. वो एक अलग देश में था, लेकिन इस बोस्टन शहर में एक नौकरी के सिलसिले में उसके अंकल चलाने वाला एक शू का एक दुकान है, वहां पर उस अंकल को मदद करने के लिए वहां पर आया है। താൻ മറ്റൊരു ദേശക്കാരനാണ്, എന്നാൽ ജോലി സംബന്ധമായി തന്റെ അങ്കിൾ നടത്തുന്ന ഒരു ചെരുപ്പ് കടയിൽ താൻ ഷൂവിന്റെ പണിയെടുക്കാനായിട്ട് ഈ ദേശത്ത് വന്നതാണ്. चमड़े का काम करने वाला एक व्यक्ति, താൻ ലെതറിന്റെ ജോലിയാണ് ചെയ്യുന്നത്. हालेलुया। लेकिन सैटरडे को किसी ने बोला कि फलाने चर्च में एक संडे स्कूल है बोलकर वो उधर आता है। पहले के 2 दिन आता है, लेकिन बाद में उसका इंटरेस्ट कम हो जाता है। അവിടെ താൻ മറ്റാരോ പറഞ്ഞു കേട്ട് താൻ കടന്നു വന്നതാണ്, എന്നാൽ 1-2 പ്രാവശ്യമേ തനിക്ക് വരാൻ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് താൻ വരാൻ സാധിച്ചില്ല. क्योंकि उसका अम्बिशन बहुत बड़ा है, उसका लक्ष्य बहुत बड़ा है, इसके लिए वो उस शहर में कुछ आमदनी कमाने के लिए वो उस नए शहर में आया हुआ ആ है। പട്ടണത്തിൽ താൻ വന്നതിന്റെ പുറകിൽ തനിക്ക് വലിയൊരു ഉദ്ദേശമുണ്ട്. സാമ്പത്തികമായ ചില വഴികൾ ഉണ്ടാകുവാൻ താൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. हालेलुया, प्रेज लॉर्ड। एक सैटरडे मॉर्निंग संडे स्कूल में जवान लड़के को दिखाई नहीं देता है। हालेलुया। ये संडे स्कूल टीचर वहां से इस लड़के को, इस जवान को ढूंढ कर निकल रहा है। അവിടെ ഒരു ശനിയാഴ്ച സൺഡേ സ്കൂളിന് പഠിക്കുവാൻ ഈ യവനക്കാരൻ വന്നില്ല. അതിനുശേഷം തന്റെ ആ സൺഡേ സ്കൂൾ ടീച്ചർ ഈ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് ഇറങ്ങുവാനിടയായി. हालेलुया, प्रेज लॉर्ड। लेकिन उसे प्रचार करना नहीं आता है, थियोलॉजिकली उसको समझाने के लिए उसके पास कोई ज्ञान नहीं है, लेकिन प्रेज लॉर्ड अंदर ही अंदर जो आग है, हालेलुया, उनके सामने जो बच्चे हैं वो यीशु को जानना है। उस आग के साथ वो इस लड़के को ढूंढ कर जा रहा है। തനിക്ക് വലിയ പ്രസംഗകനോ താൻ വലിയ വചനം അറിയാവുന്ന വ്യക്തിയോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ തന്റെ ഉള്ളിൽ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഉണ്ടായ ഒരു ഭാരം, തന്നിൽ കത്തിയ ആ ഒരു ചെറിയ തീ, താൻ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുവാനിടയായി. एक भी जवान नष्ट नहीं होना है, वो दर्द के साथ वो उस कार्यों के लिए निकल रहा है। ഒരു യവനക്കാരൻ നശിച്ചു പോകരുതെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ
ോടെയാണ് താൻ और ഇറങ്ങിത്തിരിക്കുന്നത്. यहाँ पर इस बोस्टन के उस प्रेज लॉर्ड उस गली में जहां पर इस शूज भेजा जा रहा है, वहां पर ये संडे स्कूल टीचर पहुंच रहा है. അവിടെ ഷൂവിന്റെ പണികൾ നടക്കുന്ന ചെരുപ്പ് കുത്തികൾ ഇരിക്കുന്ന ആ തെരുവിലൂടെ ഈ ടീച്ചർ പോകുവാനിടയായി. उसका हाथ कांप रहा है, पैर कांप रहा है. हालेलुया. मैं उसको कैसे जाके समझाऊंगा, क्या वो मेरे बातों को सुनेगा? बड़े कंफ्यूजन के साथ ये टीचर इस दुकान ढूंढ कर जा रहा है. ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് കയ്യും കാലും തനിക്ക് വിറയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇവൻ അംഗീകരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് താൻ അവനെ അന്വേഷിച്ച് അവിടെ ചെല്ലുവാനിടയായി. वो फलाने दुकान के सामने जब पहुंचा, वो अंदर की ओर देखता है तो ये जवान लड़का वहां पर काम कर रहा है. താൻ ആ കടയുടെ മുന്നിൽ ചെന്ന് താൻ അകത്തേക്ക് നോക്കിയപ്പോൾ അവൻ അവിടെ ഇരുന്ന് പണിയെടുക്കുകയാണ്. हालेलुया. तुरंत उसके पास जाकर खड़े हो जाता है. അവന്റെ അടുക്കൽ പോയി നിന്നു. उसके कंधों पर ये टीचर हाथ रखता है. അവന്റെ തോളിൽ കൈ വെച്ചു. हालेलुया. टीचर जानता है कि वो बहुत बिजी है करके वो जरूर जानते हैं, അവൻ വളരെ തിരക്കിട്ട് പണിയെടുക്കുകയാണെന്ന് അറിയാം. लेकिन फिर भी उसके कंधों पर हाथ रखकर मसीह यीशु के बारे में, उसका यीशु का प्रेम के बारे में उसे समझाने का कोशिश करता है. അവന്റെ തോളിൽ കൈ വെച്ച് യേശുവിനെ കുറിച്ച് അല്പമായി തന്നോട് പറയുവാനിടയായി. हालेलुया. प्रेज लॉर्ड. जैसे ही ये टीचर उन्हें समझा रहा है, सिखा रहा है, पवित्र आत्मा इस जवान के हृदय में कार्य करना शुरू कर रहा है. താൻ യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്തും തോറും പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരുന്നു. सरल भाषा में सिखा रहा है, लेकिन पवित्र आत्मा उसका हृदय को स्पर्श कर रहा है. വളരെ ലളിതമായ രീതിയിലാണ് താൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ തന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നു. वहीं पर ये जवान व्यक्ति हालेलुया उठकर इस टीचर जहां पर खड़े थे वहां पर घुटने टिकाकर अपने जीवन को यीशु के लिए सौंपने के लिए तैयार होता है. ആ യവനക്കാരനായ ചെറുപ്പക്കാരനായ വ്യക്തി താൻ ടീച്ചറിൽ കൂടെ കേട്ട ദൈവവചന നിമിത്തം അവിടെ തന്നെ എഴുന്നേറ്റ് മുട്ടുകുത്തി യേശുവിനെ അംഗീകരിപ്പാനിടയായി. वो कहता है कि मैं इस यीशु को मेरे उद्धारकर्ता के नाम में स्वीकार करता हूं. ഈ യേശുവിനെ ഞാൻ എന്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നുവെന്ന് താൻ പറഞ്ഞു. उसी दिन पवित्र आत्मा की भरपूरी वो अनुभव कर रहा है. അന്ന് താൻ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു. उसका जिंदगी बदल रहा है. അവന്റെ ജീവിതം മാറി. वो जवान व्यक्ति का नाम है डीएल मूडी करके, हमने काफी बार सुना होगा. ഈ യവനക്കാരന്റെ പേരാണ് ഡിഎൽ മൂഡി എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. 17 साल की उम्र, वो जवान व्यक्ति के पास ये संडे स्कूल टीचर आकर जब इस यीशु के बारे में कहा, उसका जिंदगी परिवर्तन हो रहा है. ഒരു 17 വയസ്സുള്ള യവനക്കാരന്റെ അടുക്കൽ ആമേൻ ഒരു ദർശനം പ്രാപിച്ച സൺഡേ സ്കൂൾ ടീച്ചർ ചെന്ന് വചനം പറഞ്ഞപ്പോൾ അവന്റെ ജീവിതം മാറി മറിയുവാനിടയായി. ये डीएल मूडी को परमेश्वर इस्तेमाल करने के लिए तैयार होता ആ है. ഡിഎൽ മൂഡിയെ പിന്നീട് ദൈവം ശക്തമായി ഉപയോഗിപ്പാനിടയായി. हिस्ट्रीज बताते हैं 100 मिलियन लोग यीशु को जानने के लिए डीएल मूडी कारण हो गया. ചരിത്രം പറയുന്നത് 100 കോടിയിലധികം ആളുകളെ യേശുവിങ്കിലേക്ക് നയിപ്പാൻ ഡിഎൽ മൂഡിയെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. एक छोटा सा जवान जो बोस्टन के शहर में हालेलुया अपने नौकरी के लिए आया था, लेकिन उसके जिंदगी को परमेश्वर बदल रहा है. ആമേൻ. ഒരു ചെരുപ്പ് കുത്തിയായ ഒരു ചെറിയ പണിയും തൊഴിലുമായി ആ ബൂസ്റ്റൺ പട്ടണത്തിൽ കടന്നു വന്ന യവനക്കാരനെ ദൈവം മാറ്റിയെടുത്ത് ഉപയോഗിപ്പാൻ. यूनाइटेड स्टेट और यूके हर एक राज्यों में यीशु के बारे में फैलना शुरू हो गया, एक व्यक्ति के कारण, डीएल मूडी नाम का एक व्यक्ति के कारण. അമേരിക്കയിലും യുകെയിലും ഒക്കെയുള്ള രാജ്യങ്ങളിൽ യേശുവിനെ കുറിച്ചുള്ള പ്രചരണം വളരെ ശക്തമായി വ്യാപിക്കുവാനിടയായി ഒരു യവനക്കാരനായ ഡിഎൽ മൂഡി മുഖാന്തരം. 18th सेंचुरी में था, लेकिन आज भी डीएल मूडी नाम का एक बाइबल इंस्टीट्यूट है, काफी संस्थाएं हैं, हालेलुया, काफी लाइब्रेरीज है. उनके प्रचार सुने हुए लोग जिंदगी में प्रभावित हुआ है. 18ാം നൂറ്റാണ്ടിൽ നടന്ന ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇന്നും തന്റെ പേരിൽ ബൈബിൾ സ്ഥാപനങ്ങളും ലൈബ്രറികളും തന്റെ പ്രസംഗങ്ങളുള്ള ബുക്കുകളും അനേകം ആളുകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. मैं एक बात समझाने के लिए यही कोशिश कर रहा हूँ. ഒരു കാര്യമാണ് നിങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ ഇതെല്ലാം പറയുന്നത്. डीएल मूडी के प्रचार के कारण यदि लाखों लोग यीशु को जानने के लिए कारण हुआ है, ഡിഎൽ മൂഡിയുടെ പ്രസംഗ നിമിത്തം ലക്ഷങ്ങൾ യേശുവിനെ और അറിഞ്ഞെങ്കിൽ, यदि वो लाखों लोग स्वर्ग में जा रहा है, तो डीएल मूडी को जरूर एक प्रतिफल मिलने वाला है. ആ ലക്ഷക്കണക്കിന് ആളുകൾ സ്വർഗത്തിൽ പോയാൽ ഡിഎൽ മൂഡിക്ക് നിശ്ചയമായും ഒരു പ്രതിഫലം ഉണ്ട്. सोच कर देखिएगा, डीएल मूडी से यीशु के बारे में कहा हुआ वो संडे स्कूल टीचर को क्या प्रतिफल नहीं मिलेगा? എന്നാൽ ഡിഎൽ മൂഡിയോട്
യേശുവിനെ കുറിച്ച് പറഞ്ഞ സൺഡേ സ്കൂൾ ടീച്ചറിന് ഇതിന്റെ എല്ലാം ഒരു പ്രതിഫലത്തിന്റെ ഭാഗം ലഭിക്കാതിരിക്കുമോ? आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നു? हालेलुया। डीएल मूडी को जब एक प्रतिफल स्वर्ग में मिलने वाला है, ഡിഎൽ മൂഡിക്ക് സ്വർഗത്തിൽ ഒരു പ്രതിഫലം ലഭിക്കുമ്പോൾ डीएल मूडी यीशु में आने के लिए जो कारण हुआ, वो संडे स्कूल टीचर को स्वर्ग में जरूर प्रतिफल मिलने वाला है। ഡിഎൽ മൂഡി ക്രിസ്തുവിൽ വരുവാൻ കാരണമായി തീർന്ന സൺഡേ സ്കൂൾ ടീച്ചറിനും സ്വർഗത്തിൽ നിശ്ചയമായും പ്രതിഫലമുണ്ട്. एडवर्ड किम्बल यदि सोचता कि मैं आज नहीं जाऊंगा, कोई बात नहीं, अगले शनिवार के लिए इंतजार करेंगे बोलकर यदि बैठता, तो डीएल मूडी कभी भी आज परमेश्वर के द्वारा इस्तेमाल नहीं होता था। ആ എഡ്വേർഡ് എന്ന സൺഡേ സ്കൂൾ ടീച്ചർ ചിന്തിക്കുകയോ ഇന്ന് പോകാൻ മടിയ, അടുത്ത ശനിയാഴ്ച വരുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് താൻ ഭവനത്തിൽ ഇരുന്നിരുന്നെങ്കിൽ ഡിഎൽ മൂഡി എന്ന ഒരു വ്യക്തി I എഴുന്നേൽക്കയില്ലായിരുന്നു. mean, वो मेरा काम नहीं है, पास्टर चाहिए तो जाके सुसमाचार सुनाने दो, हालेलुया, मैं तो ऐसे ही संडे स्कूल पढ़ाकर ऐसे घर बैठ जाऊंगा बोलता, तो आज डीएल मूडी खड़ा नहीं होता था। അതെന്റെ ജോലിയല്ലല്ലോ, പാസ്റ്റർ പോയി സുവിശേഷം പറയട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു സൺഡേ സ്കൂൾ ടീച്ചറായി ഇവിടെ ഇരുന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ താൻ യേശുവിനെ അറിയുവാൻ കാരണമാകില്ലായിരുന്നു. लेकिन एक एडवर्ड किम्बल जिसके हृदय में वो परमेश्वर का आग जल रहा था, उसके कारण एक डीएल मूडी को खड़ा करने के लिए तैयार हो गया। ഉള്ളിൽ ആമേൻ സുവിശേഷത്തിന്റെ തീ കത്തിക്കൊണ്ടിരുന്ന ഒരു എഡ്വേർഡ് എന്ന സൺഡേ സ്കൂൾ ടീച്ചർ ഒരു ഡിഎൽ മൂഡി എന്ന ശക്തനായ സുവിശേഷകനെ എഴുന്നേൽപ്പിക്കുവാൻ मेरे सामने बैठे हुए अनेक लोगों के हाथों में परमेश्वर ने अनेक डीएल मूडियों को सौंपा हुआ है। എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും കൈകളിൽ ദൈവം പല ഡിഎൽ മൂഡിമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. आप शायद संडे स्कूल टीचर होगा, आप शायद एक इवेंजलिस्ट होगा, आप शायद एक विश्वासी होगा। आप जब यीशु के बारे में दूसरे एक व्यक्ति से कहता है, पता नहीं कल का शायद वो एक डीएल मूडी होगा, शायद एक विलियम कैरी होगा, शायद एक हडसन टेलर होगा, हमें नहीं पता परमेश्वर किसको इस्तेमाल करने जा रहा है। നമ്മൾ കർത്താവിന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് കർത്താവിന്റെ സുവിശേഷം ശക്തമായി പറയുവാൻ ബാധ്യതയുള്ളവരാണ്. നമ്മൾക്കറിയത്തില്ല നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ സുവിശേഷം പറയുന്ന വ്യക്തി നാളത്തെ ഒരു വില്യം കേറിയായി മാറുമോ, നാളെ ഒരു ടെയ്ലറായി മാറുമോ, ഒരു ഡിഎൽ മൂഡിയായി മാറുമോ, ആമേൻ, നമുക്ക് വ്യക്തമായി അറിവില്ല. अनन्यास ये नहीं कहा कि मैं इधर बैठूंगा, पास्टर जाके करने दो, नहीं बोला, नहीं। अनन्यास एक छेला था, फिर भी वो परमेश्वर ने सौंपा हुआ कर्तव्यों को करने के लिए जब तैयार हुआ, परमेश्वर एक पौलोस को वहां पर खड़ा कर रहा है। ആ ചർച്ചിലെ പാസ്റ്റർ പോകട്ടെ എന്ന് പറഞ്ഞ അനന്യാസ് മാറി നിന്നില്ല. ദൈവം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ താൻ പോയി അത് ചെയ്യുവാനിടയായി. लोगों के बीच में अंगीकार मिलने के लिए एक बरनबास तैयार हुआ, वो जाने के कारण पौलुस को लोग अंगीकार करने के लिए तैयार हो रहा है। ആളുകളുടെ ഇടയിൽ ഒരു അംഗീകാരം ലഭിക്കുവാനായി ബർന്നബാസിനെ ദൈവം ശൗലിനു വേണ്ടി ഉപയോഗിച്ചു. आपके सामने चुनौती है, നമ്മുടെ മുന്നിൽ തിരഞ്ഞെടുപ്പ്. आप अनन्यास के शूज में खड़े रहना चाहते हैं या बरनबास के शूज में खड़े रहना ഒരു चाहते हैं? അനന്യാസായി മാറുവാൻ ആഗ്രഹിക്കുന്നു, അതോ ഒരു ബർന്നബാസായി മാറുവാൻ आप एक ആഗ്രഹിക്കുന്നു? एडवर्ड किम्बल बनना चाहते हैं? हम क्या चुनौती आपके सामने है, आप चुन सकते हैं। शायद आपके द्वारा कुछ लोग परमेश्वर के लिए आज भी इस्तेमाल होने वाला है। ഒരു എഡ്വേർഡ് കിംബൽ എന്ന സൺഡേ സ്കൂൾ ടീച്ചറിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നുവോ? ഒരുപക്ഷേ നാം മുഖാന്തരം ചില വ്യക്തികൾ യേശുവിന് വേണ്ടി നിൽപ്പാൻ കാരണമായി തീരും. आपका प्रयत्न कभी भी निष्फल नहीं होने वाला है। നമ്മുടെ അധ്വാനം ഒന്നും വൃഥാവാകയില്ല. आपका प्रयत्न, आपकी आंसू, आपकी प्रार्थना, आपके अंदर परमेश्वर डाला वो उस आग कभी भी निष्फल नहीं होने वाला है। अनेकों को यीशु के लिए खड़ा करने के लिए आपका प्रयत्न कारण होने वाला है। നമ്മുടെ അധ്വാനവും കണ്ണുനീരും ആമേൻ പ്രാർത്ഥനയും ഒന്നും വൃഥാവായി പോകുന്നില്ല. ചിലരെ കർത്താവിന് വേണ്ടി നിർത്തുവാൻ അത് കാരണമായി തീരട്ടെ. क्योंकि परमेश्वर जब परिचय दिलवाता है, जो कष्ट उठाते हैं उनके साथ वो अपना पहचान दिखाने के लिए कोशिश कर रहा है। യേശു തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഉപദ്രവം അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്ന യേശുവായി തന്നെ പരിചയപ്പെടുത്തുക. हालेलुया। इस वचनों के द्वारा परमेश्वर उन सबको अनुग्रह और आशीषों से भरने पाए। परमेश्वर हमारे बीच में कुछ अनन्यास को ढूंढ रहा है, बरनबास को ढूंढ रहा है,
है, कुछ एडवर्ड किम्बल को ढूंढ रहा है, कुछ डीएल मूडी को ढूंढ रहा है, क्या आप वो बन सकते हैं? आज सुबह प्रार्थना और निर्णय के साथ परमेश्वर के सम्मुख यदि समर्पण करे, परमेश्वर जिंदगी को बदल सकता है। हमारे देश में परमेश्वर बदलावट लेकर आ सकता है। इस वचनों के द्वारा परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। ऐसे अवसर दिए परमेश्वर की आदरणीय दासों को हृदय की गहराई से धन्यवाद देते। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। आपकी प्रार्थना हमारे लिए अनुग्रह का कारण है। निरंतर प्रार्थना में उठाए रखिएगा। गॉड ब्लेस यू ऑल। परमेश्वर आप सबको अनुग्रह और आशीषों से भरे। आमेन।